രത്തൻ ഖേൽക്കറെ സെക്രട്ടറിയാക്കിയതിലെ CPIM ആരോപണം തമാശയെന്ന് മുഖ്യമന്ത്രി. ബംഗാളുമായി താരതമ്യം ചെയ്യാനാവില്ല എന്നും ഖേൽക്കറെ CEO ആയി ശുപാർശ ചെയ്തത് പിണറായി സർക്കാരാണ് എന്നും വിശദീകരണം. നല്ല ട്രാക്ക് റെക്കോർഡുകൾ ഉള്ള ഉദ്യോഗസ്ഥനെന്നും BJPയോ CPIMോ അദ്ദേഹത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചിട്ടില്ല എന്നും VD സതീശൻ പറഞ്ഞു. മന്ത്രിമാരുടെ അതൃപ്തിക്കിടയാക്കിയ IAS തലപ്പത്തെ അഴിച്ചുപണി താൽക്കാലികമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വാക്കുകളിലേക്ക് ഞാൻ ചോദിക്കട്ടെ, എന്താണ് ആ വിവാദത്തിന്റെ അടിസ്ഥാനം? ഇലക്ഷൻ നടത്തി കഴിഞ്ഞാൽ അതിന്റെ ജോലി തീർന്നു, പിന്നെ അതോടുകൂടി ഔദ്യോഗിക ജീവിതം അവസാനിപ്പിക്കുകയാണ്. ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ ഔദ്യോഗിക ജീവിതം പിറ്റേ ദിവസം റിട്ടയർ ചെയ്യുകയാണ്. ഇത് എന്താണ് ഇവിടെ നടക്കുന്ന ചർച്ച? ഇതിന് മുമ്പിരുന്ന എല്ലാവരും അവരുടെ ഔദ്യോഗിക കാര്യം കഴിഞ്ഞു കഴിഞ്ഞു. ഇതിപ്പോ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ അറിയിച്ചിട്ടുണ്ട് വേറൊരു ജോലിയിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. ബംഗാളുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. ബംഗാളിലെ വിഷയം എന്താ? ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും CPMഉം ഗുരുതരമായ ആരോപണമാണ് അവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർക്കെതിരായിട്ട് ഉന്നയിച്ചത്. വ്യാപകമായ തോതിൽ SIRൽ നിന്ന് വോട്ടുകൾ നീക്കം ചെയ്തു എന്നാണ് ആരോപണം. ഗുരുതരമായ ആരോപണം, രാഷ്ട്രീയ ആരോപണമായിരുന്നു. അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ കുറിച്ച് നമുക്കപ്പം റോഷി, അപ്പോൾ ഈ ഒരു സർക്കാരിനെ മുൾമുനയിൽ നിർത്തുന്ന തരത്തിൽ CPMഉം BJPയും ഒരുപോലെ വിമർശനം ഉന്നയിച്ചൊരു കേസായിരുന്നു രത്തൻ ഖേൽക്കറിന്റെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ടുള്ള ആ ഒരു വരവ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഇരട്ടത്താപ്പാണല്ലോ. ബംഗാളിൽ നിങ്ങൾ പറയുന്നു, നിങ്ങൾ മറ്റൊരു കാര്യം പറയുന്നു. നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ്, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും BJPക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ ആരോപണം ഉന്നയിക്കുന്നു. പക്ഷേ ഇതാ കേരളത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ തന്നെ അത് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ശരിയാവും? അതിനിടയിൽ BJP നേതാവ് V മുരളീധരനൊക്കെ ഇന്നലെ പറഞ്ഞത് 102 സീറ്റ് നേടും, 13 മന്ത്രിമാർ പരാജയപ്പെടുമെന്നൊക്കെ സതീശന് നേരത്തെ വിവരം കിട്ടിയത് പോലും ഈ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്താശ ചെയ്ത് കൊടുത്തിട്ടാണ്. ഈ രത്തൻ ഖേൽക്കർ സതീശനെ സഹായിച്ചിട്ടുണ്ടാവും. അത്ര കടുത്ത ആരോപണങ്ങൾ പോലും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. മുഖ്യമന്ത്രി ഇപ്പോൾ മറുപടിയുമായി രംഗത്ത് വരുന്നുണ്ട്. തൃപ്തികരമാണോ? എന്താണ് അദ്ദേഹം പറയാൻ ശ്രമിച്ചത്? ഇതിൽ മുഖ്യമന്ത്രി VD സതീശൻ ഇപ്പോഴും പറയുന്നത് അതിൽ ഒരു തരത്തിലും വിവാദത്തിന് ഇടയില്ല. അത് ഒരു തമാശയായി തള്ളുകയാണ്. കാരണം പശ്ചിമബംഗാളിലെ അവിടെ ചീഫ് സെക്രട്ടറിയായി തെരഞ്ഞെടുപ്പ് മുഖ്യ ഓഫീസറെ നിയമിച്ചതും കേരളത്തിലെ നിയമനവുമായി ഒരു ബന്ധവുമില്ല. അവിടെ CPMഉം കോൺഗ്രസും തൃണമൂൽ കോൺഗ്രസും അവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഗുരുതര പരാതി ഉയർത്തിയതാണ്. കേരളത്തിൽ അതുപോലെ ഒരു പരാതി ഒരു രാഷ്ട്രീയ പാർട്ടിയും ഉയർത്തിയിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ പ്രകാരം, അത് LDF സർക്കാരിന്റെ ശുപാർശ പ്രകാരമാണ് ഇങ്ങനെ രത്തൻ ഖേൽക്കറിനെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി സംസ്ഥാനത്ത് നിയമിച്ചത്. അദ്ദേഹത്തിന്റെ ചുമതല നിർവഹിച്ചു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതാണ്. അതുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സ്ഥാനത്ത് നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ നിലയിൽ ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള രത്തൻ ഖേൽക്കറെ അത് തന്റെ ഓഫീസിലേക്ക് മാറ്റിയതിൽ എന്തിനാണ് വിവാദം ഉണ്ടാക്കുന്നത് എന്ന ചോദ്യമാണ്, മറുചോദ്യം കൂടിയാണ് മുഖ്യമന്ത്രി VD സതീശൻ ഉയർത്തുന്നത്. ഏതായാലും ഇത് സംബന്ധിച്ച് വലിയൊരു രാഷ്ട്രീയ വിഷയമാക്കി ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ BJP നടത്തുന്നത്. CPM നേതൃത്വം ആരോപണം ഉയർത്തുന്നത്. ഇതൊരു പ്രത്യുപകാരം എന്ന രീതിയിലാണ് അതിനെ CPM ഉയർത്തി കാണുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് പശ്ചിമ ബംഗാളിലെ വിഷയവും കേരള വിഷയവും രണ്ടു തരത്തിൽ വിലയിരുത്തുന്നത് എന്ന ചോദ്യം BJPയും ഉയർത്തുന്നുണ്ട്. അപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ അത് രണ്ടുപേരെ അത് ഒന്ന് ചീഫ് സെക്രട്ടറി ആയി പശ്ചിമ ബംഗാളിൽ വരുന്നു, കേരളത്തിലാണെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയി വരുന്നു എന്നത് അത് ദേശീയ തലത്തിലേക്ക് വലിയ വിഷയമായി മാറുമ്പോൾ അതിന് വിവാദത്തിന് അടിസ്ഥാനമില്ല എന്ന നിലയിൽ തന്നെ മുഖ്യമന്ത്രി വിശദീകരണം നൽകി മുന്നോട്ട് പോവുകയാണ്.